കളിക്കൊപ്പം നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കുന്ന ചിലരുണ്ട്. സൗരവ് ഗാംഗുലി എന്ന ക്രിക്കറ്റ് കളിക്കാരനെ ഞാൻ എത്രയേറെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. കളി കാണുമ്പോൾ നമ്മളിൽ ഊർന്നിറങ്ങുന്ന അതേ വൈകാരികതയാണ് സൗരവിനൊപ്പം നമ്മളെ സഞ്ചരിപ്പിച്ചത്. പ്രതിസന്ധികളിൽ തളരാത്തവനെന്ന് നമ്മൾ അയാളെ എഴുതി കണ്ടിട്ടില്ല. പക്ഷെ തൻ്റെ കരിയറിലാകെ പ്രതിസന്ധികളിൽ അനധിസാധാരണമായി തിരിച്ചു വന്ന കളിക്കളത്തിൻ്റെ വൈകാരികതയായിരുന്നു അയാൾ. പ്രതിഭയിലല്ല, കളിയുടെ പൂർണ്ണതയിലല്ല, പക്ഷേ കളിക്കളത്തിൽ അയാളുടെ ചേഷ്ടകൾ മാറഡോണ എന്ന മഹാരഥനെ പലപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട് കാണിക്കുവാൻ ആരെയും കൊണ്ടുപോകേണ്ട എന്ന സുനിൽ ഗവാസ്കറുടെ പരിഹാസം മനസ്സിൻ്റെ ആഴങ്ങളിൽ ഏൽപ്പിച്ച മുറിവുമായി സൗരവ് ഗാംഗുലി എന്ന ബാറ്റ്സ്മാൻ ക്രിക്കറ്റിൻ്റെ മെക്കയായ ലോർഡ്സിലേക്ക് നടന്നിറങ്ങി. അതിനു മുമ്പ് തനിക്ക് കിട്ടിയ ഏകദിനത്തിൽ നേടിയ 46 റൺസിൻ്റെ ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. അപ്പോഴും ആദ്യ ടെസ്റ്റിൽ വമ്പൻ പരാജയമായ ഒരു ടീമിൽ സിദ്ധു പിണങ്ങിപ്പോയതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ടീമിനെ വിജയവഴിയിലേക്ക് നയിക്കാൻ വിമർശനങ്ങളുടെ ക്രൂരമ്പുകൾ നെഞ്ചിലെന്തി അയാൾ നടന്നു വന്നു. അന്ന് അയാൾ 46 എടുത്തപ്പോൾ കൂടെ ഇന്നിങ്സ് പടുത്തുയർത്താനുണ്ടായ റാത്തൂഡ് അപ്പോൾ പവലിയനിലേക്ക് നടക്കുകയായിരുന്നു. 344 റൺസ് എടുത്ത ഇംഗ്ലണ്ടിനെതിരെ അത്രയേറെ ബാറ്റിങ്ങിനെ അനുകൂലിക്കാത്ത ഗ്രൗണ്ടിൽ പിൽക്കാലത്ത് ഇന്ത്യക്കാരുടെ ദാതയാവാൻ പതിയെ ചരിത്രത്തെ തേടുകയായിരുന്നു. അതിസുന്ദരമായ ഓഫ് ഡ്രൈവുകൾ ആ ബാറ്റിൽ നിന്ന് പാഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ മറ്റൊരു അരങ്ങേറ്റക്കാരൻ ദ്രാവിഡ് അയാൾക്ക് കൂട്ടായെത്തിയിരുന്നു. വരുംകാല ഇന്ത്യയുടെ ബാറ്റിംഗ് നെടുംതൂണുകൾ അവിടെ ഉത്ഭവിക്കപ്പെടുകയാണെന്ന് അധികം താമസിയാതെ ലോർഡ്സിലെ കാണികൾ മനസ്സിലാക്കി തുടങ്ങി. ഒടുവിൽ അതിസുന്ദരമായ ഒരു ഡ്രൈവിലൂടെ അരങ്ങേറ്റ സെഞ്ചുറി വിമർശകരുടെ നെഞ്ചിലേക്ക് അമ്പുകൾ തിരിച്ചയച്ച് അയാൾ യാത്ര തുടങ്ങി. അടുത്ത ടെസ്റ്റിലും അയാൾ സെഞ്ചുറി നേടി. അപ്പോഴും അയാളുടെ പാദചലനങ്ങളെ ഗവാസ്കറും വെങ്സാർക്കറും അടക്കമുള്ളവർ വിമർശിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വിമർശനങ്ങളെ അയാൾ ധീരതയോടെ നേരിട്ടു. മുഹമ്മദ് അസ്റുദ്ദീൻ്റെ ആദ്യ 3 ടെസ്റ്റിൽ സെഞ്ചുറി എന്ന റെക്കോർഡ് അയാൾക്ക് നഷ്ടപ്പെട്ടത് 34 റൺസിനാണ്. ഓസീസിനെതിരെ 66 റൺസിന് അയാൾ പുറത്തായി. ബാറ്റുകൊണ്ടും ബോളുകൊണ്ടും ടൊറന്റോയിൽ ഗാംഗുലി വിസ്മയം തീർത്തു. ഒരു പരമ്പര ഒറ്റയ്ക്ക് ഒരാൾ ജയിക്കുക. 1997 ടൊറന്റോ കപ്പിൽ അതാണ് സംഭവിച്ചത്. 222 റൺസും 15 വിക്കറ്റും നേടി അയാൾ ആ പരമ്പര ഒറ്റയ്ക്ക് ഇന്ത്യക്ക് നേടിത്തന്നു. പരമ്പരയിലെ ടോപ്പ് സ്കോററും ടോപ്പ് വിക്കറ്റ് ടേക്കറും ഗാംഗുലി ആയിരുന്നു. ഗാംഗുലിയുടെ ഓർമ്മകളിലെ മറ്റൊരു മികച്ച പ്രകടനം ധാക്ക ഇൻഡിപെൻഡൻസ് കപ്പിലെ സെഞ്ചുറിയാണ്. അക്കാലത്ത് ചേസിംഗിലെ റെക്കോർഡായ 314 റൺസ് ഇന്ത്യ മറികടന്നപ്പോൾ സെഞ്ചുറിയോടെ ഇന്നിങ്സിന്റെ നട്ടെല്ലായത് ഗാംഗുലിയാണ്. 1999 ഇന്ത്യ ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ഏകദിന പരമ്പരയിൽ 2 സെഞ്ചുറികൾ ഗാംഗുലി നേടി. ഗാംഗുലി അല്ലാതെ ഒരാളും അന്ന് ഫോമിലല്ലായിരുന്നുവെന്ന് ഓർക്കണം. 1999 ലോകകപ്പിലെ അരങ്ങേറ്റ സെഞ്ചുറി ഗാംഗുലിക്ക് നഷ്ടപ്പെട്ടത് 3 റൺസിനാണ്. ജോൺ ഡി റോഡ്സ് എന്ന അതികായനായ ഫീൽഡറുടെ മുമ്പിൽ ആ ലോകകപ്പിൽ തൻ്റെ ഏകദിനത്തിലെ ഉയർന്ന സ്കോറായ 183 ഗാംഗുലി നേടിയത്. സെഞ്ചുറി നേടിയ ശേഷം അമിത വേഗം കൈവരിച്ച ഗാംഗുലി 36 പന്തിൽ നിന്നാണ് അവസാന 83 റൺസ് നേടിയത്. എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ മുരളീധരൻ അന്ന് അവസാന 3 ഓവറിൽ വഴങ്ങിയത് 39 റൺസാണ്. ഗാംഗുലിയുടെ കഥയിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നാണ് 2001 സൗത്ത് ആഫ്രിക്കയിലെ സ്റ്റാൻഡേർഡ് ബാങ്ക് ട്രയാങ്കുലർ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിലെ സെഞ്ചുറി. ഫോം കണ്ടെത്താതെ ഉഴറിയ ഗാംഗുലി ധീരമായി സൗത്ത് ആഫ്രിക്കയെ നേരിട്ട കഥയാണ് അതിന് പറയാനുള്ളത്. 127 റൺസ് നേടി ഗാംഗുലി മടങ്ങുമ്പോൾ സാക്ഷാത് സച്ചിൻ തെണ്ടുൽക്കറുടെ സ്കോർ അപ്പോൾ 55 മാത്രമായിരുന്നു. 2002 നാറ്റ്വെസ്റ്റ് ഫൈനലിൽ 60 റൺസ് എടുത്ത് ഇന്ത്യൻ ടീമിന് ആത്മവിശ്വാസം നൽകി. ഇന്ന് കെനിയൻ മർദ്ദകനെന്ന് പലരും പരിഹസിക്കുമെങ്കിലും 2003 ലോകകപ്പിൽ ഗാംഗുലി കെനിയക്കെതിരെ നേടിയ സെഞ്ചുറികൾ അന്ന് അത്രയേറെ ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു. പ്രത്യേകിച്ചും സൂപ്പർ 6-ൽ ഗാംഗുലി ഔട്ടായാൽ കളി തോൽക്കും, ഇന്ത്യ പുറത്താകും എന്ന സാഹചര്യമായിരുന്നു അന്ന്. എക്കാലത്തെയും ഓസീസ് ടീമിനെതിരെ മാനസികമായി മുൻതൂക്കം നേടാൻ ഗാബയിൽ ഓസീസ് ആക്രമണത്തെ പ്രത്യാക്രമണത്തിലൂടെ നേടിയ സെഞ്ചുറി നൽകിയത് എക്കാലത്തും കങ്കാരുവിൻ്റെ മണ്ണിൽ ഇന്ത്യക്കുണ്ടായിരുന്ന ആത്മവിശ്വാസക്കുറവിലൂടെ വഴങ്ങിയ തോൽവികളുടെ ചരിത്രം തിരുത്തിയെഴുതലായിരുന്നു. ചാപ്പൽ സാഗയിൽ ടീമിൽ നിന്ന് പുറത്തായി ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് എഴുതിയിടത്ത് നിന്ന് സൗരവ് ഗാംഗുലി എന്ന കൊൽക്കത്തക്കാരുടെ ഇന്ത്യക്കാരുടെ ദാത തിരിച്ചു വന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചു തെളിയിച്ചുകൊണ്ട് ടെസ്റ്റിലെ തൻ്റെ ഏക ഡബിൾ സെഞ്ചുറി അയാൾ നേടിയത് അപ്പോഴാണ്. ഒരിക്കൽ ചാപ്പലിനൊപ്പം നിന്നവർ കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഗാംഗുലിയായിരുന്നു ശരിയെന്ന് എഴുതി ചേർത്തു. അതെ, അയാൾ ധീരതയുടെ മനസ്സാന്നിധ്യത്തിൻ്റെ ക്രിക്കറ്റ് രൂപമായിരുന്നു. സുന്ദര ഷോട്ടുകളിലെ മനോഹാരിതയായിരുന്നു.
ഓഫ് സൈഡിലെ ദൈവമായിരുന്നു.